സാർ, ഇപ്പോൾ പല പല ബിസിനസ്സുകളുണ്ട്. ഒരു ഫാർമസിസ്റ്റിനെ സംബന്ധിച്ച് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഏതൊക്കെ ബിസിനസ്സാണുള്ളത്? ഒരു ഫാർമസിസ്റ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റീറ്റെയിൽ ഫാർമസി ഉണ്ട്, പിന്നെ ഹോൾസെയിൽ ഫാർമസി ഉണ്ട്, പിന്നെ ചെയിൻ ഫാർമസി. പല രീതിയിലും പല പല ബിസിനസ്സുകളുണ്ട്. അതായത് മെഡിസിൻ ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് എടുക്കുന്ന മുതൽ അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് എടുക്കുന്ന മുതൽ നിങ്ങൾക്കറിയായിരിക്കും. മെഡിസിൻ എന്ന് പറയുന്നത് ഒരു കമ്പനി ഉണ്ടാക്കുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു, അവിടുന്ന് CNF, അവിടുന്ന് ഹോൾസെയിൽ, പിന്നെ റീറ്റെയിൽ, ഇങ്ങനെയാണ് പേഷ്യൻറ്റിന് എത്തുന്നത്. ഇതിനുള്ള ഓരോ ചെയിനിലും നമുക്ക് ഫാർമസിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരു ലോ ബഡ്ജറ്റിൽ നമുക്ക് എങ്ങനെ ഒരു ഫാർമസി സ്റ്റാർട്ട് ചെയ്യാം? ഇപ്പോൾ ഒരു ഫാർമസി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പല രീതിയിലും സ്റ്റാർട്ട് ചെയ്യാം. മിനിമം 15 ലക്ഷം മുതൽ 25 ലക്ഷത്തിന് പല രീതിയിൽ ചെയ്യാം. നമുക്ക് എന്തുമാത്രം ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ കൂട്ടുന്നോ അതിനനുസരിച്ച് നമ്മുടെ എക്സ്പെൻസ് കൂടും. പക്ഷെ ഒരു ഫാർമസിസ്റ്റ്, എൻ്റെ കാഴ്ചപ്പാടനുസരിച്ചാണ്, ഒരു ഫാർമസിസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും വളരെ ക്യാഷ് ഉള്ള ആൾക്കാരല്ല. അപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയോ അങ്ങനെ ഒരു സാധാരണക്കാരനാണ്, പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. അപ്പം നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരാളിനും ഇത് തുടങ്ങാൻ സാധിക്കണം. ഇതാണ് നമ്മുടെ ആശ്വാസിൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അവർക്ക് ഒരു ഗ്രൂപ്പായിട്ട് വളരെ ലോ ബഡ്ജറ്റിൽ തുടങ്ങാൻ സാധിക്കും.